മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവമാണ് ശാസ്താംകോട്ട തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം. സ്കൂൾ കെട്ടിടത്തോടനുബന്ധിച്ചുള്ള ഷെഡിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നാണ് മിഥുന ഷോക്കേറ്റത് എന്ന കാര്യം ഏറെ ഗൗരവത്തോടെ തന്നെ കാണണം. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് അത്തരമൊരു വൈദ്യുതി ലൈൻ തന്നെ അപകടക്കിണിയാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ലൈൻ മാറ്റാൻ ബന്ധപ്പെട്ടവരാരും കാര്യമായ ശ്രമം നടത്തിയില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. അത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. സ്കൂൾ മാനേജ്മെന്റും വൈദ്യുതി ബോർഡ് അധികൃതരും എന്ത് ന്യായവും വിശദീകരണവും നിരത്തിയാലും ഇതിന് സാധൂകരണമാകില്ല. സ്കൂൾ വളപ്പിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നത് തന്നെ അനുവദനീയമായ കാര്യമല്ല. അത്തരം ലൈനുകൾ അഴിച്ചു മാറ്റണമെന്ന സ്കൂൾ വർഷാരംഭത്തിൽ സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നതായാണ് അറിവ്. എന്നിട്ടും അത് ചെയ്യാത്തത് വൈദ്യുതി ബോർഡിന്റെ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അത് മാറ്റിക്കാൻ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായില്ലെങ്കിൽ അതും ആ അപകടത്തിന് വഴിവെച്ചു എന്ന് പറയേണ്ടി വരും. വളഞ്ഞു താഴെ കിടക്കുന്ന ലൈനിന് തൊട്ടു താഴെ ഇത്തരമൊരു ഷെഡ് പണിത സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയും അപകടത്തിന് കാരണമായിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസും ചുറ്റുപാടുകളുടെ സുരക്ഷിതത്വവും വൃത്തിയും കുടിവെള്ള ലഭ്യതയും ശുചീകരണ സംവിധാനങ്ങളും മറ്റും ഓരോ അധ്യയന വർഷാരംഭത്തിലും പരിശോധിച്ച് ബോധ്യപ്പെടാൻ ബാധ്യസ്ഥനായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും ഈ അപകട നിലയെക്കുറിച്ച് ബോധ്യമാകേണ്ടതാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് സർക്കുലർ ഇറക്കുന്നത് കൊണ്ട് മാത്രം ആരുടെയും ഉത്തരവാദിത്തം പൂർത്തിയാകുന്നില്ലല്ലോ. അവ പാലിക്കപ്പെട്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. ചുരുക്കത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വലിയൊരു നിരയുടെ പിഴവാണ് ഒരു കൊച്ചു ജീവൻ പൊലിയാൻ ഇടയാക്കിയത്. നിഷ്കളങ്ക ബാല്യങ്ങളുടെ സംഗമമാണ് സ്കൂളുകളിലുള്ളത്. അപക്ക മനസ്സുകളുടെ ചാഞ്ചാട്ടം അവരിൽ ഉണ്ടാകുക സ്വാഭാവികം. കളിക്കുന്നതിനിടെ തെറിച്ചുപോയ ചെരുപ്പെടുക്കാനായി മിഥുൻ ഷെഡിന് മുകളിൽ കയറിയത് അതിന്റെ ഭാഗമാണ്. 8ാം ക്ലാസ്സുകാരന്റെ കുട്ടിത്തവും കുസൃതിയും പ്രസരിപ്പും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആ നിഷ്കളങ്കതയ്ക്ക് കിട്ടിയ വലിയ ശിക്ഷയായി പോയി ഈ മരണം. അതിന് ആര് ഉത്തരം പറയും? അറിവും പാകതയും പക്വതയും ഉത്തരവാദിത്വമുള്ള മുതിർന്നവർ ഉത്തരം പറയണം. സ്കൂളിന്റെ ചുമതലയുള്ള ഹെഡ് മാസ്റ്ററും മാനേജ്മെന്റും KCBയും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ലൈൻ മാറ്റാൻ അപേക്ഷ കൊടുത്തിരുന്നു എന്ന് റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർ പറഞ്ഞതായാണ് അറിവ്. എങ്കിൽ തെറ്റ് വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ അപേക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം തീരുന്നില്ല എന്ന കാര്യം ബാക്കി നിൽക്കുന്നു. ആവശ്യം നടപ്പാക്കി കിട്ടുന്നില്ല എങ്കിൽ അനന്തര നടപടികളിലേക്ക് കടക്കേണ്ട ചുമതല കൂടി നിറവേറ്റേണ്ടതായിരുന്നു. അപകടം നടക്കും വരെ അതിന് കാത്തിരിക്കേണ്ടിയില്ലായിരുന്നല്ലോ. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകളുടെ താഴെയുള്ള മരങ്ങളും ചെടികളും സുരക്ഷയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ വെട്ടിമാറ്റുന്ന ശൈലിയുള്ള വകുപ്പാണ് KCB. ഒരു തവണ ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വാഴ കൃഷി വെട്ടി നശിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. പക്ഷേ അവർ സ്കൂൾ കോമ്പൗണ്ടിലൂടെ ലൈൻ വലിച്ചതും അത് മാറ്റാൻ തയ്യാറാകാത്തതും വിചിത്രമായ സമീപനം തന്നെയാണ്. ലൈൻ മാറ്റാൻ വേണ്ട തുക അപേക്ഷയോടൊപ്പം കെട്ടിവെക്കാത്തതാണ് നടപടി ഉണ്ടാകാത്തതിന് കാരണം എന്ന് ഒരു ആക്ഷേപമുണ്ട്. ചട്ടത്തിന്റെ പേരിലെ അലസതയ്ക്കിടയിലൂടെയാണ് ചട്ടം നോക്കാതെ അപകട മരണവും കടന്നു വന്നത്. സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്കൂൾ എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ ഇവരുടെ ചുമതലയിൽ ആയിരിക്കുമ്പോഴാണ് കോമ്പൗണ്ടിലൂടെ അനധികൃതമായി വൈദ്യുതി ലൈൻ വലിച്ചതെന്നും ആരോപണമുണ്ട്. മറ്റൊരു മിഥുൻ നഷ്ടമാകരുതെന്ന പ്രതിജ്ഞയോടെയാണ് സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ആകെയുള്ള മൊത്തം സമൂഹവും ഈ സംഭവത്തെ സമീപിക്കേണ്ടത്. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വർഷാരംഭ പരിശോധനകൾ എന്നിവയെ കൂടുതൽ കർശനമായി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നിയമപരമായ നടപടികൾ അത്യാവശ്യം. പക്ഷേ അതിനപ്പുറം ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉറപ്പ് സമൂഹം തേടണം. ശാസ്താംകോട്ട തേവലക്കരയിലെ ഈ സംഭവം വെറും ഒരു ദുരന്തം മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിലെ ഭരണക്രമങ്ങളുടെ വീഴ്ചയും ചട്ടത്തിന്റെ പേരിൽ നടക്കുന്ന അനീതിയുമാണ് ആ കുട്ടിയുടെ മരണം ഉണർത്തുന്നത്.